ഇറാൻ സംഘർഷത്തിൽ യുഎസിന്റെ സൈനിക കേന്ദ്രങ്ങളെ നിരീക്ഷിക്കാൻ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം ഇറാൻ ഉപയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ചൈനീസ് കമ്പനിയായ എർത്തായി വികസിപ്പിച്ച TEE-01B എന്ന ഉപഗ്രഹം ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർ ഉപയോഗിച്ചിരുന്നതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ വിദഗ്ധരും രംഗത്തെത്തിയിരുന്നു. മാർച്ച് 14-ന് വ്യോമത്താവളത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ US പോർ വിമാനങ്ങൾ തകർന്നിരുന്നു. ജോർദാനിലെ മുവാഫ വ്യോമത്താവളവും ബഹ്റൈനിലെ നാവികത്താവളവും ഇറാഖിലെ ഇർബിൽ വിമാനത്താവളവും ഇറാൻ ആക്രമിക്കും മുൻപ് ഉപഗ്രഹ നിരീക്ഷണത്തിലായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വാർത്ത സത്യവിരുദ്ധമാണെന്ന് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വക്താവ് പറയുകയും ചെയ്തു. US ഇതുവരെ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഹോർമൂസ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ചൈന. സൗദിയുമായുള്ള ചർച്ചയിലാണ് ചൈന നിലപാടറിയിച്ചത്. മേഖലയിലെ രാഷ്ട്രങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും നിലപാടിനൊപ്പം ചേർന്ന് പോകണമെന്നാണ് ചൈനയുടെ നിലപാട്. മേഖലയിലെ രാജ്യങ്ങൾക്ക് ഒപ്പം പ്രവർത്തിക്കും എന്ന് വ്യക്തമാക്കിയ ചൈന യുദ്ധം അവസാനിപ്പിക്കണം എന്നും ആഹ്വാനം ചെയ്തു. അതേസമയം നാവിക ഉപരോധം തുടരുന്നു എന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് അറിയിച്ചു. പുതിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. 27 കപ്പലുകളെ തിരിച്ചുവിട്ടു. ഇറാനുമായി പാകിസ്ഥാൻ വീണ്ടും സംസാരിച്ചു. അമേരിക്കൻ സംഘം ഉടനെ ഇസ്ലാമാബാദിൽ എത്തും. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ വിശ്വാസം ഇല്ലെന്ന് ഇറാൻ സേനാ ബ്രിഗേഡിയർ ജനറൽ മജീദ് മൗസവി പറയുകയും ചെയ്തു. അതേസമയം ആഗോള സമ്പദ് വ്യവസ്ഥയെയും പശ്ചിമേഷ്യൻ സുരക്ഷയെയും മുൾമുനയിൽ നിർത്തി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത്. പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് നടക്കേണ്ട ഉച്ചകോടിയിൽ ഇറാൻ പങ്കെടുത്തേക്കില്ലെന്ന് വ്യക്തമായതോടെ മേഖലയിൽ യുദ്ധഭീതി വീണ്ടും ശക്തമായി. US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അവസാനിപ്പിക്കാതെ ചർച്ചകൾക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. എന്നാൽ കരാറിൽ ഒപ്പിടാതെ ഉപരോധം പിൻവലിക്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയതോടെ നയതന്ത്ര നീക്കങ്ങൾ പാതി വഴിയിൽ തടസ്സപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ നാവികസേന ഇറാനിയൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തതും ഇതിന് മറുപടിയായി ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചതും സ്ഥിതിഗതികൾ വഷളാക്കി. ബുധനാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ ധാരണയിലെത്തിയില്ലെങ്കിൽ ബോംബുകൾ പൊട്ടിത്തെറിച്ചു തുടങ്ങുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത് ലോകരാജ്യങ്ങളെ തന്നെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇസ്ലാമാബാദിൽ നടക്കേണ്ട ചർച്ച അനിശ്ചിതത്വത്തിലായി എന്ന് വേണം പറയാൻ. ട്രംപ് തീർത്തും കടുത്ത നിലപാടിൽ തന്നെയാണ് മുന്നോട്ടു പോകുന്നത്. ഒരു തരത്തിലും തങ്ങൾ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകി ഇറാനും പിന്നോട്ടില്ല എന്ന് ശക്തമായി തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം എവിടെ അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല.